നമസ്കാരം. ഞാൻ ജിജി മാരിയോ. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടല്ലേ, വിഷമിച്ചിട്ടുണ്ടല്ലേ, ഒരുപാട് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. കരയാത്തവരാരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങളെ നോക്കി നമ്മൾ നെടിയേർപ്പെടും. എത്ര ഭാഗ്യമുള്ളവരാ അവര്. കാറ്, വീട്, ബംഗ്ലാവ്, നല്ല ഭാര്യ, മക്കള്, ഭർത്താവ്, അപ്പൻ, അമ്മ ഒക്കെയുണ്ട്. എനിക്കൊന്നും ഇല്ലല്ലോ. എനിക്കൊരു സമാധാനത്തോടു കൂടി ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത്, മറ്റുള്ളവരെ കുറിച്ച് ഓർത്ത് അവരുടെ ജീവിതത്തെ കണ്ടിട്ട് നമ്മൾ സ്വയം ഇങ്ങനെ ഉരുകിത്തീരാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവർക്കും ഉണ്ടെന്നേ വേദന. എല്ലാ കാറ്റഗറി ആൾക്കാർക്കും ഉണ്ട് വേദന. മക്കളുള്ളവർക്കും മക്കളില്ലാത്തവർക്കും വേദനയുണ്ട്. മക്കളുള്ളവർക്ക് മക്കളെ കുറിച്ച് ഓർത്ത ആകുലത, ഉത്കണ്ഠ, അനുസരിക്കണില്ല, തോന്നുന്ന പോലെയാണ്, ബഹുമാനിക്കുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്. മക്കളില്ലാത്തവർക്കോ, തമ്പുരാനെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം പോലും എനിക്ക് തന്നില്ലല്ലോ എന്നുള്ള നീറ്റല്. വിവാഹം കഴിച്ചവർക്കും കഴിക്കാത്തവർക്കും ഉണ്ട് വേദന. വിവാഹം കഴിച്ചവർക്ക് കിട്ടി അന്നു മുതൽ പ്രശ്നമാണ്. എൻ്റെ പങ്കാളി എന്താ ഇങ്ങനെ, ഒരിത്തിരി സമാധാനം പോലും തരുന്നില്ലല്ലോ, അവരുടെ സ്വഭാവം എന്താ ഇങ്ങനെയെന്ന് ഓർത്തിട്ട് വിവാഹം കഴിച്ചവർക്ക് ദുഃഖമാണ്. എന്നാൽ വിവാഹം കഴിക്കാത്തവർക്കോ അവർക്കുമുണ്ട് ദുഃഖം. എത്രയൊക്കെ ആലോചന വരുന്നതാ, പക്ഷേ എൻ്റെ വിവാഹം നടക്കുന്നില്ലല്ലോ ദൈവമേ എന്നോർത്തിട്ട്. കൂടെപ്പിറപ്പുള്ളവർക്കും ബന്ധുക്കാരുള്ളവർക്കും സ്വന്തക്കാരുള്ളവർക്കും വേദനയുണ്ട്. ഇതൊന്നും ഇല്ലാത്തവർക്കും വേദനയുണ്ട്. കൂടെപ്പിറപ്പും ബന്ധുക്കാരും ഉള്ളവർ പറയും, ഈ അവർ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ, എന്തൊക്കെ പരദൂഷണങ്ങളാ പറഞ്ഞു വരുത്തുന്നേ, മനസ്സമാധാനത്തോടു കൂടി എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നോർത്തുള്ള വേദന. എന്നാൽ കൂടപ്പിറപ്പുകൾ ബന്ധുക്കൾ ഇല്ലാത്തവർക്കും വേദനയാ. ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ അനാഥയായിട്ട് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്? എന്നെ ഒന്ന് സ്നേഹിക്കാൻ, കരുതാൻ, ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള വേദന. സ്വത്തും സമ്പത്തും ഉള്ളവർക്കും വേദനയുണ്ട്, ഒന്നുമില്ലാത്തവർക്കും വേദനയുണ്ട്. സ്വത്തും സമ്പത്തും ഉള്ളവർ എപ്പോഴും പ്രശ്നങ്ങളാ, വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടങ്ങളാ, കേസ്, വഴക്ക്, വക്കാണം, സ്വത്ത് കൂടിപ്പോയതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ, ഒക്കെയുള്ള വേദനകൾ. അതേസമയം സ്വത്തും സമ്പത്തും ഇല്ലാത്തവർ പറയും, എത്രയൊക്കെ അധ്വാനിച്ചിട്ടും ഒന്നും എനിക്ക് തികയണില്ലല്ലോ തമ്പുരാനെ, എത്ര നാളായി ഞാൻ കഷ്ടപ്പെടണു, എന്നിട്ട് ഒന്നും എനിക്ക് മിച്ചം പിടിക്കാൻ പറ്റണില്ലല്ലോ ദൈവമേ എന്നോർത്തിട്ടുള്ള വേദന. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും വേദനയുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേദന നമ്മളല്ലേ സൃഷ്ടിക്കുന്നത്? ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം, ഒരു സന്തോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയും, ഒരുപാട് ന്യായീകരണങ്ങളാണ് നമ്മൾ നിരത്തുന്നത്, ഇല്ലേ? ഒരുപാട് പരാതികളാണ് നമ്മൾ പറയുന്നത്. അവൻ കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയായി, അവൾ കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയായി, സാഹചര്യങ്ങൾ കാരണം എനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ല, ഇല്ലേ? അപ്പൊ നമ്മളപ്പോ കണ്ടുപിടിക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിലാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ കയ്യിലാണ് എൻ്റെ സന്തോഷമെന്ന്. അവരുടെ ഉത്തരവാദിത്തമാണ്, മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ്, സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എനിക്ക് സന്തോഷം കൊണ്ട് തരേണ്ടത് എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരിക്കലുമല്ല. സന്തോഷം നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെയാണ്, മറ്റുള്ളവരുടെ കയ്യിലല്ല. ഞാൻ വേദനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, മറ്റുള്ളവരല്ല. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയാം. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? മറ്റുള്ളവരെ ഇങ്ങനെ പഴിചാരി അവരെ മാറ്റുവാനായിട്ട് നോക്കും, എനിക്ക് സന്തോഷവും കിട്ടുവാൻ വേണ്ടിയിട്ട്. അവരോട് പരാതി പറഞ്ഞ്, അവരെ പിറുപിറുത്തു തുറന്ന്, അവരോട് കാര്യം പറഞ്ഞ്, അവരെ ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ട് എനിക്ക് സമാധാനക്കേടാണ്, എനിക്ക് അസ്വസ്ഥയാണ്, എനിക്ക് പ്രോബ്ലംസ് ആണെന്ന് പറഞ്ഞ് അവരെ മാറ്റുവാനായിട്ട് നോക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. ഒരിക്കല് ബിയാസിഡ് എന്ന് പറഞ്ഞ സൂഫി മിസ്റ്റിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി ചെറുപ്പത്തിൽ. ദൈവമേ, ലോകം മുഴുവൻ തിന്മയിലാണ്, വൃത്തികേടിലാണ്, ലോകത്തെ ഞാൻ മാറ്റിമറിക്കാൻ പോവാണ്, എനിക്കതിനുള്ള വരം തരണേ എന്ന്. യൗവനത്തിലെത്തിയപ്പം അദ്ദേഹം വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ലോകത്തെ മാറ്റുക അസാധ്യമാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ യൗവനത്തിലേക്ക് കടന്നു, അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ കുടുംബത്തെ മാറ്റുവാനായിട്ടുള്ള വരം തരണേ എന്ന്.
അവസാനം അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് വീണ്ടും തമ്പുരാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ലോകത്തെയും മാറ്റുവാൻ എനിക്ക് പറ്റിയിട്ടില്ല, എനിക്ക് എൻ്റെ കുടുംബത്തെയും എനിക്ക് മാറ്റുവാൻ പറ്റുന്നില്ല ദൈവമേ, ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ ഞാനിതാ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഇനി ഒന്നിനും സാധിക്കുകയല്ല, എൻ്റെ മുടികളൊക്കെ നരച്ചു തുടങ്ങി, അതുകൊണ്ട് ദൈവമേ ഞാൻ മാറിക്കൊള്ളാം, എനിക്ക് എന്നെ മാറ്റുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ വരം നീ ആദ്യമേ ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ, ഇനി നിന്റെ സമയം കഴിഞ്ഞുപോയി എന്ന്. അപ്പോൾ നമ്മൾ ഈ മറ്റുള്ളവരെ, ലോകത്തെ, നമ്മുടെ കൂടെ ഉള്ളവരെ, സാഹചര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സമയം കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുക. ഏറ്റവും ബെറ്റർ, ഏറ്റവും നല്ല ഓപ്ഷൻ ഞാൻ സ്വയം മാറുക എന്നുള്ളതാണ്. ന്യായീകരണങ്ങൾ നിരത്തുന്നതിന് പകരം, പരാതി പറയുന്നതിന് പകരം, പരിഭവം പറയുന്നതിന് പകരം ഞാൻ എന്നെ സ്വയം മാറ്റുവാനാണ് നോക്കേണ്ടത്. അപ്പോൾ ലോകം തന്നെ നമുക്കായിട്ട് മാറുന്നത് പോലെ തോന്നും. ലോകം അത്ര വലിയ സുന്ദരമൊന്നുമല്ല, പെർഫെക്ഷനും ഒത്തിരി പെർഫെക്ഷൻ ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ്. ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും കുറവുകളുണ്ട്. അപ്പൊ നമ്മൾ പരസ്പരം മാറ്റാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കരുത്. ഈ രണ്ടു കൂട്ടരും പരസ്പരം, അവൾ മാറണം അല്ലെങ്കിൽ അവൻ മാറണം, ഈ രണ്ടു കൂട്ടരും പരസ്പരം മാറ്റാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ജീവിതം ഊർന്നൂർന്ന് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് നമ്മളെ തമ്പുരാൻ വിളിക്കാന്ന് കൂടി അറിയത്തില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ ചോയ്സ് നമ്മൾ മാറുക. എൻ്റെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്തം ഞാനാണെന്ന് തിരിച്ചറിയുക, എൻ്റെ വേദനയുടെ ഉത്തരവാദിത്തം ഞാനാണെന്ന് തിരിച്ചറിയുക. അവിടെ തന്നെ എല്ലാം ശരിയായിക്കൊള്ളും. അപ്പോൾ നമ്മൾ മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകം തന്നെ നമുക്കായിട്ട് മാറുന്നത് പോലെ ഫീൽ ചെയ്യും, തോന്നും. ഈ ദിവസങ്ങളിൽ, ഈ നോമ്പ് കാലത്ത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, നമുക്കൊന്ന് സ്വയം മാറുവാനായിട്ട്. മറ്റുള്ളവരെ മാറ്റുന്നതിന് പകരം ഞാൻ ഒന്ന് സ്വയം മാറാം എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.